ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഡ്രാമ ഹാബ്സ്. നമ്മൾ ഇന്ന് ഈ ഡ്രാമയുടെ നെക്സ്റ്റ് പാർട്ടാണ് കാണാൻ പോകുന്നത്. കഴിഞ്ഞ പാർട്ടുകളൊക്കെ കാണാത്തവരാണെങ്കിൽ അത് കണ്ടതിന് ശേഷം തുടർന്ന് കാണാനായിട്ട് ശ്രമിക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ് ചെയ്ത് പറയാനായിട്ട് മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ചെറിയ ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. എന്നാലാണ് ഞങ്ങൾ ഇനി അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. ഇപ്പൊ നമുക്ക് നേരെ തന്നെ വീഡിയോയിലേക്ക് പോകാം. കട്ട് ചെയ്താല് ഇവിടെ ജിയാങ്ങിനെയാണ് കാണിക്കുന്നത്. അവൻ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഡോൺ അവന്റെ ടീംസിനെ കൂട്ടി പുറത്തു പോകാനായിട്ട് റെഡി ആയിട്ട് എയർപോർട്ടിൽ നിൽക്കുമായിരിക്കും. ജിയാങ് വന്ന് അവനോട് ഒരു ഇമ്പോർട്ടന്റ് കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് വിളിക്കും. എന്താ വിഷയം എന്ന് ഡോൺ ചോദിക്കുന്നുണ്ട്. ലിൻ പിന്നെയും കളിക്കാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഒരു ഗെയിമിന് വേണ്ടി അവൻ സൈനപ്പും ചെയ്ത് കഴിഞ്ഞെന്ന് പറഞ്ഞതും ഡോണിന് ഇത് കേട്ട് വിശ്വസിക്കാനേ പറ്റുന്നില്ല. അവൻ വളരെ ഷോക്ക് ആകുന്നുണ്ട്, കൂടെ ഹാപ്പി ആകുന്നുണ്ട്. ആ ഗെയിമിന് വേണ്ടി എനിക്ക് വേഗം ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്തോളാൻ ഡോൺ അവനോട് പറയും. നമ്മുടെ ലിന്നും ഗെയിമിന് വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഹീറോയിനോട് പറയാതെ അവൻ ചൈനയിലേക്കാണ് വന്നിരിക്കുന്നത്. വളരെയധികം പ്രാക്ടീസ് ചെയ്ത് തയ്യാറെടുത്ത് അവൻ ഗെയിമിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിറയെ ആളുകൾ അവനെ പാസ് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അവൻ അതെല്ലാം കണ്ട് ഡിഫറെന്റ് ആയിട്ട് തോന്നുന്നുണ്ട്. നമ്മൾ കളിച്ചിരുന്ന ടൈം പോലെയല്ല ഇപ്പോഴുള്ളത്, ഒരുപാട് മാറിപ്പോയെന്ന് ചെറിയ ഭയമൊക്കെ മനസ്സിൽ വരുന്നുണ്ട്. ആരോടെങ്കിലും സംസാരിച്ചാൽ ശരിയാകുമെന്ന് പറഞ്ഞ് നേരെ ഹീറോയിനെ കോൾ ചെയ്യും. എനിക്കും ഒരുമാതിരി നെർവസ് ആയിട്ട് തോന്നുന്നുണ്ടെന്ന് അവൻ പറഞ്ഞതും ഉടനെ ഹീറോയിൻ ചോദിക്കും, എന്ത് പറ്റി നിനക്ക്? എന്താ ഇത്ര നേരമായിട്ട് ഉറങ്ങാതിരിക്കുന്നേ? ഇപ്പൊ അവിടെ 3 മണി ആയില്ലേ, എന്ത് പറ്റി നിനക്കെന്ന് ചോദിച്ചാല് അതൊന്നുമില്ല, ഞാൻ തിരികെ കളിക്കാൻ വരാമെന്നാ വിചാരിക്കുന്നത്. അത് നന്നായിരിക്കോ ഇല്ലയോ ഞാൻ ഒരുപാട് തവണ ആലോചിച്ചു. ഒരുപാട് മാറി, അതേപോലെ ഈ ഫീൽഡും ഒരുപാട് മാറിയില്ലേ എന്ന് ചോദിക്കും. ഹീറോയിൻ ഓടി വന്നിരുന്നിട്ട്, എന്താ നീ പറയുന്നേ, സത്യമാണോ? നിനക്ക് തിരികെ കളിക്കാൻ വരണമെന്ന് ആഗ്രഹമുണ്ടോ? ഒന്നും തന്നെ മാറിയിട്ടില്ല. പണ്ട് നമ്മൾ രണ്ടുപേരും മീറ്റ് ചെയ്യുമ്പോൾ ഞാൻ എന്തായിരുന്നു, ഒരു നോർമൽ ഗേൾ ആയിരുന്നു. അതേപോലെ നീയും ഒരു കോളേജ് സ്റ്റുഡന്റ് ആയിരുന്നില്ലേ? ഇന്ന് നോക്ക്, ഇപ്പൊ ഞാൻ ആ ഗെയിം വിൻ ചെയ്തു വേൾഡ് ലെവലിൽ 3ാമത് പ്ലേസിലേക്ക് വന്ന് നിൽക്കുമല്ലേ. നിന്നെയും നോക്ക്, ഒരു ബിസിനസ് ചെയ്ത് തിരികെ കളിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതൊക്കെ ശരിയാകും. ഇനി നിനക്ക് എന്തെങ്കിലും തരത്തിൽ പേടി തോന്നിയാല് ഞാൻ നിനക്ക് സപ്പോർട്ടിന് കൂടെ ഉണ്ടല്ലോ. വേൾഡ് ലെവല് 3ാമത്തെ പ്ലെയർ നിനക്ക് ബാക്കപ്പ് ആയിട്ട് കൂടെയുണ്ട്. അത് നിനക്ക് പോരെ എന്ന് ചോദിക്കും. ഇത് കേട്ട് ലിൻ ചിരിക്കാനായിട്ട് തുടങ്ങി. എന്തിനാ ചിരിക്കുന്നത്? ചിരിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ഞാൻ എന്തിനും നിന്റെ കൂടെ സപ്പോർട്ട് ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവളും ചിരിക്കാൻ തുടങ്ങി. ശരി ചെല്ല്, നീ റെസ്റ്റ് എടുക്ക്, ആദ്യം നന്നായിട്ട് ചെന്ന് ഉറങ്ങെന്ന് പറഞ്ഞിട്ട് അവളും കോള് കട്ട് ചെയ്ത് പോകുവാണ്. ലിന്നും നേരെ ഫോൺ കട്ട് ചെയ്തിട്ട് കളിക്കാനായിട്ട് പോയി. വളരെ സീരിയസ് ആയിട്ട് ഗെയിം കളിക്കാൻ തുടങ്ങി. ആ ഗെയിമിൽ അവൻ തന്നെ വിൻ ചെയ്യുകയും ചെയ്തു. ലിനിന്റെ പേര് വിളിച്ച് പറഞ്ഞ് അവിടെ അനൗൺസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ പുതിയ പയ്യൻ ജയിക്കുമെന്ന് ആരും തന്നെ വിചാരിച്ചില്ല. ഈ പയ്യൻ ആരാണെന്ന് ചെക്ക് ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോ കളിച്ചൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോ നമ്മുടെ ഡോൺ അവന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നുണ്ട്. നീ വന്നിരുന്നോന്ന് ഹീറോ ചിരിച്ചുകൊണ്ട് ചോദിക്കും. പിന്നെ വരാതിരിക്കോ? നിനക്കൊരു ട്രീറ്റ് തരണമെന്ന് ഡോൺ പറഞ്ഞതും ട്രീറ്റ് തരേണ്ടത് ഞാനല്ലേ, പക്ഷേ അത്ര വലിയ ട്രീറ്റ് ഒന്നും എനിക്ക് തരാൻ പറ്റില്ല. ഗെയിം കളിച്ച് കുറച്ച് ക്യാഷ് കയ്യിൽ വന്നിട്ടുണ്ട്, അത് ഞാൻ അങ്ങനെ ചിലവാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ലെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുവാണ്. അതേസമയം ഇവിടെ ഹീറോയിനെ കാണിച്ചാല് അവളുടെ ഫ്രണ്ട് വരുന്നുണ്ട്. നമ്മുടെ ഹീറോ ചൈനയിലേക്ക് വന്ന് ഗെയിം കളിച്ചിട്ട് പോയ കാര്യം അവൾ വന്ന് പറഞ്ഞതും ഹീറോയിന് ആകെ ഷോക്ക് ആകുന്നുണ്ട്. ഹീറോ വന്ന പോലെ തന്നെ തിരികെ ഫ്ലൈറ്റ് കയറി പോവുകയും ചെയ്തു. എന്താ നീ വന്ന കാര്യം പറയാതിരുന്നത്? എന്താ നീ എന്നെ വന്ന് കാണാതിരുന്നതെന്ന് പറഞ്ഞ് അവൾ അവനെ വിളിച്ച് വഴക്ക് പറയാൻ തുടങ്ങി. എനിക്ക് ചില ടാർഗറ്റ്സ് ഒക്കെ ഉണ്ട്, അത് കഴിഞ്ഞ ശേഷം നിന്നെ വന്ന് മീറ്റ് ചെയ്യാമെന്ന് ലിൻ പറഞ്ഞതും ഹീറോയിന് സന്തോഷമാകുന്നുണ്ട്. പക്ഷെ അവനെ കാണാതെ മിസ് ചെയ്തല്ലോ എന്ന് ഫീലും ആകുന്നുണ്ട്. അടുത്തത് നമ്മുടെ ഹീറോ അടുത്തടുത്ത ലെവലിൽ ഗെയിംസ് നിറയെ കളിക്കാൻ തുടങ്ങി. അവൻ വളരെ പ്രൊഫഷണൽ ആകാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. ഇടയ്ക്കുള്ള ഒരു ഗെയിമിൽ അവൻ തോൽക്കുന്നുണ്ട്, എന്നാലും അത് കാര്യമാക്കി എടുക്കുന്നില്ല. കണ്ടിന്യൂസ് ആയിട്ട് അവൻ കളിച്ച് വിന്നിങ് ലോസിങ് എന്ന പോലെ അവൻ പോയിക്കൊണ്ടേയിരിക്കുവാണ്. ഇതെല്ലാം ഹീറോയിനും സൈലന്റ് ആയിട്ടിരുന്ന് കാണുന്നുണ്ട്. അവന്റെ ശ്രദ്ധ മാറാതിരിക്കാൻ വേണ്ടിയിട്ട് ഹീറോയിൻ അവനെ കോൾ ചെയ്ത് സംസാരിക്കണോ വേണ്ടയോ എന്ന് ചിന്തയിലാണ്. അതുകൊണ്ട് അവനെ കോൾ ചെയ്ത് അവന്റെ ശ്രദ്ധ കളയണ്ടാന്ന് അവള് വിചാരിക്കുവാണ്. നെക്സ്റ്റ് ഡേ രാവിലെ ആയി. ചൈനയിലേക്ക് ഹീറോയിന്റെ അനിയനും വന്നിട്ടുണ്ട്. ഇന്ന് ഹീറോയിന്റെ ബർത്ത്ഡേ ആണ്. അത് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് എല്ലാവരും എത്തിയിരിക്കുന്നത്. നമ്മുടെ ഹീറോയിന് വേണ്ടി കേക്ക് ഒക്കെ റെഡിയാക്കി വെച്ച് അത് കട്ട് ചെയ്യാനായിട്ട് തയ്യാറാകുമ്പോൾ ഹീറോ അവളെ കോൾ ചെയ്യുന്നുണ്ട്. ഞാൻ ചൈനയിലുണ്ട്, നിന്നെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. ഇന്ന് നിന്റെ ബർത്ത്ഡേ അല്ലേ, ഞാൻ ഒരു അഡ്രസ്സ് സെൻഡ് ചെയ്ത് തരാം, നീ വരുമോ എന്ന് ചോദിക്കും. ഹീറോയിന് ഇത് കേട്ട് സന്തോഷം താങ്ങാനേ പറ്റുന്നില്ല. നേരെ ഫാമിലിയുടെ അടുത്തേക്ക് വന്ന്, എന്റെ ഫ്രണ്ട്സ് എനിക്ക് വേണ്ടി പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്, എനിക്ക് പെട്ടെന്ന് അവിടേക്ക് പോണെന്ന് പറഞ്ഞതും ഉടനെ ഡോണിന് മനസ്സിലായി ആരാ വന്നിരിക്കുന്നതെന്ന്. ശരി ശരി നീ പോ, നിന്റെ ഫ്രണ്ട്സ് അല്ലേ, അവരെ വെറുതെ ഡിസപ്പോയിന്റഡ് ആക്കണ്ടെന്ന് പറഞ്ഞയക്കുവാണ്. അവൾ ഓടി പുറത്തേക്ക് കടന്നതും കൂടെ ഡോണും വരുന്നുണ്ട്. എനിക്കറിയാം നീ ആരെ കാണാൻ വേണ്ടിയാ പോകുന്നതെന്ന്. ശരി, നീ നോക്കി പോയിട്ട് വാ. ഇപ്പൊ
ഇപ്പോഴാണ് അവനൊരു മാച്ച് കളിച്ച് ലോസ് ആയത്. അതുകൊണ്ട് അവനോട് ഹാർഷായിട്ടൊന്നും സംസാരിക്കാൻ പാടില്ലെന്ന് അവൻ പറഞ്ഞതും ശരി ഞാൻ അങ്ങനെയൊന്നും അവനോട് സംസാരിക്കാറില്ല എന്ന് പറഞ്ഞ് ഹീറോയിനും ഹീറോയെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. ഹീറോ പറഞ്ഞ അഡ്രസ്സിലേക്ക് അവൾ വന്നു കഴിഞ്ഞു. ഡോറ് തട്ടണോ വേണ്ടയോ എന്ന് അവൾ നെർവസ് ആയിട്ട് നോക്കി നിൽക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് ലിന്ന് തന്നെ കതവ് തുറക്കുന്നുണ്ട്. കുറെ നാളുകൾക്ക് ശേഷം ഇപ്പൊ ഇവര് മീറ്റ് ചെയ്തിരിക്കുവാണല്ലോ. ഹീറോയിൻ വളരെ ഇമോഷണൽ ആയിട്ട് നോക്കി നിന്നതും ഹീറോ അവളെ പിടിച്ചു വലിച്ച് എന്താ നീ എന്നെ മറന്നുപോയോ എന്ന് ചോദിക്കും. അവളും അവനെ കെട്ടിപ്പിടിച്ചിട്ട് അതെ ലൈറ്റ് ആയിട്ട് മറന്നുപോയി. ഇത്ര ദിവസം വീഡിയോ കോളിൽ സംസാരിച്ച് ഇപ്പോ നീ എന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞതും ഹീറോ അവളെ കൈ പിടിച്ച് കൂട്ടിക്കൊണ്ട് പോയി സോഫയിൽ ഇരുത്തിയിട്ട് പിന്നീട് എങ്ങനെയുണ്ട് സുഖമാണോ എന്നൊക്കെ അവര് നോർമലായിട്ട് സംസാരിക്കാനായിട്ട് തുടങ്ങി. ഹീറോയിനുടനെ നമ്മൾ മുന്നേക്ക് എത്ര ക്ലോസ് ആയിരുന്നു, ഇപ്പൊ എനിക്ക് അതേപോലെ തോന്നുന്നില്ല. ഇപ്പോ തന്നെ നീ എന്നെ ഹഗ് ചെയ്തിട്ട് പെട്ടെന്ന് വിട്ടില്ലേ എന്ന് ചോദിച്ച് ശോകമായതും ലിൻ അവളെ സ്നേഹത്തോടെ നോക്കിയിട്ട് കിസ് ചെയ്യാനായിട്ട് തുടങ്ങുവാണ്. ഉടനെ ഹീറോയിനും നിനക്ക് ഞാനൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞതും ഇന്ന് നിന്റെ അല്ലേ ബർത്ത്ഡേ, ഞാനല്ലേ ഗിഫ്റ്റ് തരണ്ടേന്ന് ഹീറോ ചോദിക്കും. അത് സാരമില്ല, അടുത്ത ബർത്ത്ഡേ വരില്ലേ, അപ്പോ നീ ഇവിടെ തന്നെ കാണില്ലേ, സോ നോ പ്രോബ്ലം എന്ന് പറഞ്ഞ് അവള് ഗിഫ്റ്റ് എടുത്ത് കൊടുക്കുന്നുണ്ട്. അതൊരു കപ്പിൾ ടീഷർട്ട് ആയിരിക്കും. ഇത് കണ്ട് ഹീറോയും ചിരിച്ചിട്ട് എനിക്ക് ഇഷ്ടമായെന്ന് പറഞ്ഞതും അവൾക്കും ഒരുപാട് സന്തോഷമായി. ഞാനും നിനക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ഒരു ചെറിയ ബോക്സ് അവനെടുത്ത് നീട്ടുന്നുണ്ട്. ഇതിലെന്താ ഇയറിംഗ്സ് ആണോ എന്ന് ചോദിച്ച് തുറക്കാനായിട്ട് തുടങ്ങിയതും ലിൻ അല്ലെന്ന് പറയും. പിന്നെ എന്താന്ന് അവൾ ഓപ്പൺ ചെയ്ത് നോക്കിയാല് അതിലൊരു ബാങ്ക് കാർഡ് ഉണ്ട്. ഇതെന്താന്ന് അവള് കൺഫ്യൂസ്ഡ് ആയിട്ട് ചോദിച്ചതും ആദ്യമായിട്ട് ഗെയിം കളിച്ച് വലിയ പ്രൈസ് എമൗണ്ട് എനിക്ക് കിട്ടി, അതാ ഞാൻ ഗിഫ്റ്റ് ആയിട്ട് നിനക്ക് തന്നിരിക്കുന്നേ. നിനക്ക് എങ്ങനെ വേണമോ അതേപോലെ ചിലവാക്കാം, എന്ത് വേണമെങ്കിലും നീ വാങ്ങിക്കോ എന്ന് പറയും. ലിൻ ഇത് നിനക്ക് ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന നീ വിൻ ചെയ്ത പ്രൈസ് ആണ്, ഇത് നിന്റെ കയ്യിലാണ് ഇരിക്കേണ്ടത്, എനിക്ക് തരല്ലേ എന്ന് അവള് പറയുന്നുണ്ട്. ഇല്ലില്ല, ഇത് ഞാൻ നിനക്ക് തരുന്നതാണ്, ഞാൻ ഫ്യൂച്ചറിൽ ഇനിയും നിറയെ സമ്പാദിക്കാനാണ് പോകുന്നത്, അതെല്ലാം ഞാൻ ചേർത്ത് വെച്ചോളാം എന്ന് ഹീറോ പറയും. ശരിയെന്ന് അവൾക്കും മറുത്ത് പറയാനായിട്ട് പറ്റുന്നില്ല. നീ വളരെ ടയേർഡാണ്, വന്ന് കിടന്നുറങ്ങാൻ നോക്കിയെന്ന് അവള് വിളിച്ചതും ഹീറോയും അവളെ കൂടെ വിളിക്കുന്നുണ്ട്. രണ്ടുപേരും ഹഗ് ചെയ്തിട്ടേ അങ്ങനെ കിടക്കുമായിരിക്കും. അപ്പോ ഹീറോ പറയും എനിക്ക് ഒരുമാതിരി പേടിയായിരുന്നു, നാട്ടിലേക്ക് വന്നു കഴിഞ്ഞ് എന്റെ മേലുള്ള നിന്റെ സ്നേഹം കുറയുമോ അതോ നീ എന്നെ മറക്കുമോ എന്ന് പേടിയായിരുന്നു എന്ന് പറഞ്ഞതും ഹീറോയിൻ ഞാനാണ് ഏറ്റവും കൂടുതൽ പേടിച്ചത്, നീ ഡേ ബൈ ഡേ ഫേമസ് ആയി വന്നുകൊണ്ടിരിക്കുകയാണ്, വേറെ ആരെങ്കിലും നിന്നെ തട്ടിയെടുത്താല് ഞാൻ എന്ത് ചെയ്യുമെന്ന് അവൾക്ക് പേടിയായിരുന്നെന്ന് പറഞ്ഞതും ഹീറോ അവളെ പിടിച്ചിട്ട് അങ്ങനെ ഒന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ലെന്ന് പറയും. ആ സമയത്ത് കറക്റ്റ് ആയിട്ട് കോള് വരുന്നുണ്ട്. ഫുഡ് ഓർഡർ ചെയ്തത് ഡെലിവറി ആയിട്ടുണ്ട്, ഇനി അത് ഗ്രൗണ്ട് ഫ്ലോറിൽ പോയി വാങ്ങണം, നീ റെസ്റ്റ് എടുക്ക്, ഞാൻ പോയി വാങ്ങി വരാമെന്ന് പറഞ്ഞ് ഹീറോയിനും പോകും. താഴെ അവൾ വന്നതിന് ശേഷം കൂടെ മെഡിക്കൽ ഷോപ്പിൽ പോയി ഹീറോയ്ക്ക് വേണ്ടി പ്ലാസ്റ്റർ ഒക്കെ വാങ്ങിക്കുന്നുണ്ട്. അവള് തിരികെ വരുന്നതിനുള്ളിൽ ഹീറോ ലൈറ്റ് ആയിട്ട് ഉറങ്ങിപ്പോയി. അവളും അവനെ ഉണർത്താതെ കയ്യിൽ പ്ലാസ്റ്റർ ഒട്ടിക്കാനായിട്ട് ട്രൈ ചെയ്തതും ഹീറോ അപ്പോഴേക്കും കണ്ണു തുറക്കുവാണ്. എവിടെ പോയി ഇത്ര നേരം എന്ന് ചോദിച്ചാല് നിനക്ക് പ്ലാസ്റ്റർ വാങ്ങാൻ വേണ്ടി പോയതാണ്, നീ എന്നെ ഹഗ് ചെയ്തപ്പോ നിന്റെ കൈ വേദനിക്കുന്നുണ്ടായിരുന്നു, ഞാൻ അത് കണ്ടു, നീ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് കാണുമല്ലേ എന്ന് പറഞ്ഞ് അവളും അതൊക്കെ ഒട്ടിച്ചു കൊടുക്കുവാണ്. ഹീറോ അവളോട് ചോദിക്കും നീയും ഒരു കോമ്പറ്റീഷനില് വിൻ ചെയ്തില്ലേ എന്ന്. അവളും അതേ എന്ന് പറയും. ഹീറോ അവൾക്ക് കൺഗ്രാറ്റുലേഷൻ ഒക്കെ പറയുന്നുണ്ട്. ഹീറോയിൻ പെട്ടെന്ന് അവളുടെ അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണിച്ച് നോക്ക് എന്റെ കയ്യിൽ എത്ര ക്യാഷ് ഉണ്ടെന്ന് നോക്കിയെന്ന് പറഞ്ഞ് കാണിച്ചതും ഹീറോ എന്തെങ്കിലും വലിയതായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറയാണ്. അതെനിക്കും അറിയാലേ, ഞാൻ എന്റെ അച്ഛന്റെയും അമ്മയുടെയും കൂടെ ഉള്ളത് കൊണ്ട് വലിയ വീട് കാറൊന്നും എനിക്ക് ആവശ്യമില്ലല്ലോ, അതുകൊണ്ടാണ് ഞാനൊന്നും ഇൻവെസ്റ്റ് ചെയ്യാതെ വെച്ചിരിക്കുന്നത്. പെട്ടെന്ന് ഇൻവെസ്റ്റ് ചെയ്താലും ശരിയാവില്ല, നിനക്ക് എന്തെങ്കിലും പെട്ടെന്ന് ക്യാഷിന് അത്യാവശ്യം വന്നാല് നീ എന്നോട് തന്നെ ചോദിക്കണമെന്ന് അവള് പറഞ്ഞതും ഹീറോ പെട്ടെന്ന് ഇമോഷണൽ ആയിട്ട് അവളെ നോക്കുന്നുണ്ട്. ഇത് കണ്ട് എന്ത് പറ്റിയെന്ന് അവള് ചോദിക്കും. ഇല്ല, നമ്മൾ കുറെ നാളുകളായിട്ട് റിലേഷൻഷിപ്പിലുണ്ട്, അപ്പോ നീ എത്ര ഭംഗിയുള്ള ഡ്രസ്സുകൾ ഇട്ടിട്ടുണ്ട്, ബാഗ് ചെരുപ്പുകളെല്ലാം ഇട്ടിട്ടുണ്ട്, ഒന്നും ഞാൻ വാങ്ങി തന്നതല്ല, ഞാനൊന്നും വലുതായിട്ട് നിനക്ക് തന്നിട്ടേ ഇല്ല, എങ്ങനെയാണോ ഞാൻ നിന്നെ ഇഷ്ടപ്പെടുത്തിയത്, ഇനി എന്റെ ഹാൻസം ഫേസ് ഉള്ളത് കൊണ്ട് മാത്രമായിരിക്കാം, അതെങ്കിലും എനിക്ക് ഉണ്ടല്ലോ എന്ന് അവൻ പറഞ്ഞതും ഹീറോയിന് അവനെ തന്നെ നോക്കുവാണ്. അങ്ങനെയൊന്നും പറയല്ലേ എന്ന് അവനോട് പറയും. കറക്റ്റ് ആയിട്ട് അവൾക്കൊരു കോള് വരുന്നുണ്ട്. അത് അവളുടെ അമ്മയായിരിക്കും. എപ്പോഴാ നീ വരുന്നേ, ഫ്രണ്ട്സിന്റെ കൂടെ പാർട്ടിയൊക്കെ കഴിഞ്ഞ് വേഗം വരാൻ നോക്കിയെന്ന് പറഞ്ഞതും ഓക്കെ അവൻ ഇപ്പൊ തന്നെ വരാമെന്ന് അവള് പറയും. പിന്നും എത്ര മണിക്കാണ് നിനക്ക് വീട്ടിലേക്ക് പോകണ്ടേന്ന് ചോദിക്കും. നിന്നെ പോലെ ഒന്നല്ല, എനിക്ക് എപ്പോ വേണമെങ്കിലും കയറി ചെല്ലാനൊന്നും പറ്റില്ല, എനിക്ക് കർഫ്യൂ ഉണ്ട്, 11 മണിക്കുള്ളിൽ വീട്ടിലെത്തിയിരിക്കണമെന്ന് പറഞ്ഞതും എന്നാ അതിനു മുമ്പേ ഞാൻ നിന്നെ വീട്ടിലെത്തിക്കാമെന്ന് പറഞ്ഞ് ഹീറോ വിളിച്ചുകൊണ്ട് പോകുവാണ്. ഹീറോയിന് പിരിയാനെ മനസ്സ് വരുന്നില്ല.
ഇപ്പൊ പോയാല് പിന്നീട് എപ്പോഴാണ് നമ്മൾ കാണാൻ പോകുന്നതെന്ന് വളരെ ഫീൽ ആയിട്ട് രണ്ടുപേരും കെട്ടിപ്പിടിച്ച് നിൽക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് അവിടേക്ക് ഡോൺ വരുന്നുണ്ട്. ഇവിടെ അടുത്ത് തന്നെ നല്ലൊരു റെസ്റ്റോറന്റ് ഉണ്ട്, വാ അവിടേക്ക് പോകാമെന്ന് പറഞ്ഞ് വിളിക്കും. അത്ര നേരമെങ്കിലും അവർ ടൈം സ്പെൻഡ് ചെയ്യട്ടെ എന്ന് ഡോണും വിചാരിക്കുകയാണ്. 3 പേര് ന്യൂഡിൽസ് ഒക്കെ കഴിച്ച് ആവശ്യത്തിന് ടൈം ഒക്കെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അവൻ തന്നെ ലിന്നിനെയും ഹീറോയിനെയും കൂട്ടി എയർപോർട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. ഡോണിന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാല് ഹീറോയിന് അവളുടെ അമ്മ ഒന്നും പറയില്ലല്ലോ, അതുകൊണ്ട് ഡോണും അവരുടെ കൂടെ തന്നെ ഉണ്ടാകും. ഹീറോയിനും എയർപോർട്ടിനുള്ളിലേക്ക് വന്നു കഴിഞ്ഞു. പിന്നെയും അവൾക്ക് പിരിയാനായിട്ട് മനസ്സ് വരാതെ ബൈ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവനും വളരെ ഫീലായി. തിരിഞ്ഞു നോക്കിയിട്ട് അവൻ ബൈ പറഞ്ഞു പോയി കളയും. ഹീറോയിനും വളരെ വിഷമത്തോടെ കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഡോൺ അവളോട് പറയും, കുഴപ്പമില്ല, അവൻ പോയി കഴിഞ്ഞിട്ടാണല്ലോ നീ കരയുന്നേ. നീ കരയുന്നത് കണ്ടാല് അവൻ ഗെയിമിൽ കോൺസെൻട്രേറ്റ് ചെയ്യില്ലെന്ന് കരുതിയല്ലേ നീ ഇതൊക്കെ ചെയ്യുന്നേ. നല്ല കാര്യം എന്ന് പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കാനും നോക്കുന്നുണ്ട്. ഇതോടെയാണ് ഈ പാർട്ട് ഇവിടെ കഴിഞ്ഞിരിക്കുന്നത്. അടുത്ത പാർട്ടുമായിട്ട് ഞാൻ വേഗം തന്നെ വരുന്നതായിരിക്കും. മിസ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ചെറിയ ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ് ചെയ്ത് പറയാനായിട്ട് മറക്കരുത്. സോ നെക്സ്റ്റ് എപ്പിസോഡുമായിട്ട് നമുക്ക് വേഗം തന്നെ കണ്ടുമുട്ടാം. അതുവരയ്ക്കും എല്ലാവർക്കും ബൈ.